ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ തിരുവമ്പാടി ദേവസ്വം വേലയോടനുബന്ധിച്ച് നടത്താനിരുന്ന വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം തൃശൂർ അഡീഷണൽ മജിസ്ട്രേറ്റ് ആണ് ഉത്തരവിറക്കിയത്. പെസോ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന ഉത്തരവിൽ എന്താണ് പറയുന്നത്? ഇത് ഏത് രീതിയിലാകും നാട്ടുകാർ സ്വീകരിക്കുക? അത് ഈ തൃശൂർ പൂരവുമായും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികളും രാഷ്ട്രീയ പ്രശ്നങ്ങളും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിവരം പുറത്തു വരുന്നത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി തൃശൂർ തിരുവമ്പാടി ദേവസ്വം, പൂരത്തിന്റെ പ്രധാന നടത്തിപ്പുകാരായ തിരുവമ്പാടി ദേവസ്വം ഈ ജനുവരി 5-ന് ആരംഭിക്കുന്ന ആ ഉത്സവത്തിന്റെ ഭാഗമായി, വേലയുടെ ഭാഗമായി നടത്താനിരുന്ന വെടിക്കെട്ടിനാണ് ഇപ്പോൾ ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെടിക്കെട്ട് നടത്താനാവില്ല എന്ന് ഉള്ള വിശദീകരണങ്ങൾ അടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചത്. ഇത് സംബന്ധിച്ച ഓർഡറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായി പെസോ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ നിയമ ഭേദഗതി അനുസരിച്ചുകൊണ്ടും നിയന്ത്രണങ്ങൾ അനുസരിച്ചുകൊണ്ടും നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ തൊട്ടടുത്തുള്ള പ്രദേശത്ത് നടത്താനിരുന്ന വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. വെടിക്കെട്ട് ഉപകരണങ്ങളും വെടിമരുന്നടക്കമുള്ള ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന മാഗസിനും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 78 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇത് 200 മീറ്ററായി പുതുക്കി നിശ്ചയിച്ചത് പെസോ ഉത്തരവിറക്കിയിരുന്നു. ഇത് പ്രകാരം യാതൊരു വിധത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ലാതെ ഈ വെടിക്കെട്ട് നടത്താനാവില്ല എന്നാണ് ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. ഈ വെടിക്കെട്ട് നടക്കുന്ന ഈ ദൂരപരിധിക്കുള്ളിൽ, ഏറ്റവും ചുരുങ്ങിയ ദൂരപരിധിക്കുള്ളിൽ 2 പെട്രോൾ പമ്പുകളും ഒരു വിദ്യാലയവും അതോടൊപ്പം തന്നെ ഒരു ആശുപത്രി കെട്ടിടവും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം അനുമതി നൽകാനാവില്ല എന്ന് പറയുന്നു. ഈ അനുമതി നിഷേധിക്കുന്നതിന് കാരണമായി ജില്ലാ ഫയർ ഓഫീസറുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും തഹസിൽദാരുടെയും മറ്റും അവരുടെ റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് മജിസ്ട്രേറ്റിൻ്റെതായിട്ടുള്ള ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ആളുകൾ തമ്മിലുള്ള ദൂരവും 100 മീറ്റർ വേണമെന്നുള്ളതും നിർദ്ദേശമായിട്ടുണ്ട്. പക്ഷേ ഇതും നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ഥലപരിമിതി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ഇതും പാലിക്കപ്പെടാനാകില്ല എന്നും മജിസ്ട്രേറ്റിന്റെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പെസോയുടെ പുതിയ നിയമ പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അനുബന്ധ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരത്തിന്റെ നടത്തിപ്പുകാരായ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമായുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടരുന്നതിനിടെയാണ് നേരത്തെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടായത്. ഇത് സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഉത്തരവ് പരിഷ്കരിക്കുമെന്നും നിലവിൽ പൂരങ്ങളുടെ നടത്തിപ്പിനും ഉത്സവങ്ങളുടെ നടത്തിപ്പിനുമൊന്നും പ്രതിസന്ധി ഉണ്ടാവില്ല എന്നുമുള്ള പലതരത്തിലുള്ള വിശദീകരണങ്ങളും മറ്റും BJPയുടെ നേതാക്കൾ, അതോടൊപ്പം തന്നെ തൃശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപി അടക്കവും ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ അത് ആ നിയന്ത്രണങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ വേല നടത്തിപ്പിന് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 മാസങ്ങൾക്ക് മുൻപാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡീഷണൽ മജിസ്ട്രേറ്റിനും മറ്റും അനുമതി അപേക്ഷ സമർപ്പിക്കുന്നത്. അപേക്ഷയ്ക്കൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇത്തരത്തിൽ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം അപേക്ഷ നൽകിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചും ഇതെല്ലാം നിഷേധിക്കപ്പെട്ടുമാണ് ഇപ്പോൾ പുതിയ തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേല നടത്തിപ്പും അതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഈ 6-ാം തീയതി ജനുവരി 6-ന് നിശ്ചയിച്ചിരുന്ന വെടിക്കെട്ട് അടക്കമുള്ളവയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ തൃശ്ശൂരിൽ നിലനിൽക്കുന്നതിനിടെയാണ് പെസോയുടെ നിയന്ത്രണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അഡീഷണൽ മജിസ്ട്രേറ്റ് ഇപ്പോൾ കോടതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ദേവസ്വം ഭാരവാഹികളടക്കം ഇതിനോടൊരു പ്രതികരണവും ഈ ഘട്ടത്തിൽ നടത്തിയിട്ടില്ല. അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും ഈ തൃശൂർ പൂരത്തിന്റെ പ്രതിസന്ധി അവസാനിച്ചു. നേരത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിന് ഹൈക്കോടതി ഇറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതിയുടേതായിട്ടുള്ള സ്റ്റേ ഉണ്ടായി. അതിന്റെയൊക്കെ ആശ്വാസത്തിലിരിക്കുമ്പോൾ പൂരം അടക്കം ഉള്ള ഉത്സവങ്ങൾ വലിയ നിലയിൽ തന്നെ, പഴയ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ഉത്സവ കമ്മിറ്റികളും ക്ഷേത്രങ്ങളും ക്ഷേത്രോപദേശ സമിതികളും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി പലർക്കും ഉണ്ടായിട്ടുള്ളത്. ഈ വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ അത് ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നു. അതനുസരിച്ചുകൊണ്ട് ഈ സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിൽ, ഉത്സവങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരത്തിൽ വെടിക്കെട്ട് നടത്താനാവില്ല എന്നുള്ളൊരു കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അഡീഷണൽ മജിസ്ട്രേറ്റിന്റേതായിട്ടുള്ള
ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരവും വെടിക്കെട്ടുമെല്ലാം മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവ് പുറത്തിറങ്ങി. ഇതേ തുടർന്ന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വേലയിൽ തിരിച്ചടി ഉണ്ടായാൽ അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ തുടരുമെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനാവുക. സ്വാതി. ശരി ലെവിൻ, എന്തായാലും തിരുവമ്പാടി വേലയിലെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്.